ഹലോ നമസ്കാരം ലിനൂസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് മപ്പാസാണ്. വളരെ പെട്ടെന്ന് നല്ല കിഡിലൻ ടേസ്റ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു താറാവാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. 3 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൽ ഇത് വേവിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർക്കണം. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് ഈ താറാവ് മപ്പാസിലേക്ക് 2 കാര്യങ്ങൾ കൂടെ വേണം. കാഷ്യൂനട്ട് അരച്ച പേസ്റ്റും അതുപോലെ തേങ്ങ ചെറിയ പാലും എടുത്ത് വയ്ക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. കാഷ്യൂനട്ട് ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ കാഷ്യൂ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട്, കസ്കസും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങാപ്പാലും നമ്മൾ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ താറാവ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 5 വിസിലിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ബേ ലീവ്സ്, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളകും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പൊടികളെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് പതിയെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ മല്ലിപ്പൊടി പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ പെരിഞ്ചീരകം പേസ്റ്റ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ മപ്പാസ് ഇവിടെ റെഡിയാകും. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മപ്പാസ് ഇവിടെ റെഡിയാണ്. ഫൈനലി നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല കിടിലനായിട്ടുള്ള താറാവ് മപ്പാസ് ഇവിടെ റെഡിയാണ്. ഈ ഈസ്റ്ററിന് അപ്പത്തിൻ്റെ കൂടെ താറാവ് മപ്പാസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിൽ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.